കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ തന്നതിനാൽ ഞാൻ കർത്താവിന് മുഴുവൻ മഹത്വവും അർപ്പിക്കുന്നു. ഓരോ ദിവസവും രാവിലെ 6 മണിക്ക് ഗ്രേസ് ടി വി ചാനലിലൂടെ നമ്മൾ കേൾക്കുന്ന ദൈവിക സന്ദേശങ്ങൾ നിങ്ങൾക്കൊരാശ്വാസവും ബലവുമാകുന്നു എന്ന് ഞാൻ തീർച്ചയായും വിശ്വസിക്കുന്നു. നിങ്ങളുടെ പ്രോത്സാഹന വാക്കുകൾക്കും പ്രാർത്ഥനകൾക്കും ഞങ്ങൾ നന്ദി പറയുകയാണ്. ഗ്രേസ് ടി വിയുടെ പ്രവർത്തനങ്ങളെ ഓർക്കുക, പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങൾക്ക് വലിയ കാര്യങ്ങൾ ചെയ്യട്ടെ എന്ന് ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ചിന്താവിഷയം 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യമാണ്. വാക്യം ഇങ്ങനെയാണ്: ഇനിയും കുഞ്ഞുങ്ങളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവൻ്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവൻ്റെ പ്രത്യക്ഷതയാൽ നമുക്ക് ധൈര്യം ഉണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പി. ശ്രേഷ്ഠമേറിയ ഒരു ദൈവവചനമാണ് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധ നൽകിയത്. 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ, അങ്ങനെ 3 ലേഖനങ്ങളാണ് യോഹന്നാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ 1-ാമത്തെ ലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 28-ാമത്തെ വാക്യത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെക്കുറിച്ച് പറയുകയാണ്. പ്രത്യക്ഷനാകുമ്പോൾ യേശു കർത്താവ് പ്രത്യക്ഷനാകുമല്ലോ. തെസ്സലോനിക്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, കർത്താവ് തൻ്റെ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളധ്വനിയോട് സ്വർഗത്തിൽ നിന്നിറങ്ങി വരുമ്പോൾ മുമ്പേ മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം കണ്ണിമയ്ക്കുന്നൊടി നേരത്തിൽ രൂപാന്തരം പ്രാപിച്ച ശരീരവുമായി എടുക്കപ്പെടും. അപ്പോൾ പ്രത്യക്ഷനാകും. കർത്താവ് പറഞ്ഞു, ഞാൻ പോകുന്നു നിങ്ങൾക്ക് നല്ലത്. ഞാൻ പോയാൽ നിങ്ങൾക്കൊരു വാസസ്ഥലം പണിയും. ഭവനത്തിൻ്റെ പണി കഴിയുമ്പോൾ ഞാൻ വീണ്ടും മടങ്ങി വരും. ഇനിയും കർത്താവ് വരും. അത് വിശ്വസിക്കുന്നവരാണ് നമ്മളെല്ലാവരും. എന്തിനാണ് കർത്താവ് ഇനിയും വരുന്നത്? മാനവജാതിയുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം നൽകാൻ വേണ്ടി അല്ല ഇനിയും കർത്താവ് വരുന്നത്. അത് കർത്താവ് 1-ാമത് കന്യകയിൽ ജനനമെടുത്ത് വന്നതാണ്. അതിനാണ് യേശു വന്നത്. ഇനിയും കർത്താവ് വരുന്നത് തൻ്റെ സഭയെ തനിക്കായി കാത്തിരിക്കുന്ന, തനിക്കായി നോക്കി പാർക്കുന്ന തൻ്റെ സഭയെ എടുത്തുകൊണ്ടുപോകാൻ വേണ്ടിയാണ്. ദൈവസന്നിധിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് വരുന്നത്. ആ വരുന്ന സമയം ദൈവസന്നിധിയിൽ കർത്താവ് വരുമ്പോൾ, കുഞ്ഞുങ്ങളെ, കർത്താവ് വരുമ്പോൾ, ഇനിയും വരുമ്പോൾ, 2-ാമത്തെ വരവ് വരുമ്പോൾ നാം അവൻ്റെ സന്നിധിയിൽ, കർത്താവ് പറയുക, ഈ യോഹന്നാൻ പറയുക, ലജ്ജിച്ചു പോകരുത്. അതെന്താണ്? നമ്മുടെ കർത്താവ് സ്വർഗത്തിൽ ഇറങ്ങി വരുന്ന കാഹളം ധ്വനിക്കുമല്ലോ. ആ കാഹളം ധ്വനിക്കുമ്പോൾ വിശുദ്ധിയും വേർപാടും ദൈവകൃപയും പ്രാപിച്ച ദൈവമക്കളുടെ കാതുകളിൽ ഈ ശബ്ദം കേൾക്കും. അപ്പോൾ എന്താ സംഭവിക്കുക? അവർ ഈ ലോകത്തെ വിട്ട്, ഈ മൺമയമായ ശരീരം വിട്ട് രൂപാന്തരപ്പെട്ട ആത്മാവ് പറന്നുയരും. അന്ന് കോടിക്കണക്കിന് ജനത്തെ ഇവിടെ കാണാതെ വരും. പക്ഷെ ഈ വീണ്ടെടുപ്പും രക്ഷാമാർഗവും ക്രിസ്തു ജനിക്കാത്ത ആളുകൾ ഇവിടെ കൈവിടപ്പെട്ടു പോകും. അതുമാത്രമല്ല, യേശു വരുന്നു എന്ന് പറയുകയും യേശുവിനെ ഉയർത്തിപ്പിടിച്ച് നടക്കുന്ന ഇപ്പോഴത്തെ അപ്പോസ്തലന്മാരും കുറെ വിശ്വാസികളും കൈവിടപ്പെട്ടു പോകും. അവരോട് പറയുകയാണ്, നിങ്ങൾ ലജ്ജിച്ചു പോകുമെന്ന്. നിങ്ങൾ യഥാർത്ഥമായി പ്രസംഗിച്ചില്ലെങ്കിൽ, യഥാർത്ഥമായി ജീവിച്ചില്ലെങ്കിൽ, കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചില്ലെങ്കിൽ നിങ്ങൾ ലജ്ജിച്ചു പോകുമെന്ന്. നിങ്ങൾ രോഗികളെ സൗഖ്യമാക്കിയത് കൊണ്ടോ, ഭൂതങ്ങളെ പുറത്താക്കിയത് കൊണ്ടോ, നിങ്ങളുടെ മുമ്പിൽ വരുന്ന ആളിനെ പിടിച്ച് തള്ളി താഴെയിട്ടത് കൊണ്ടോ, അവരെ ഛർദ്ദിപ്പിച്ചത് കൊണ്ടോ, അവരെ കൊണ്ട് കുരപ്പിച്ചത് കൊണ്ടോ, അവരെ കൊണ്ട് ചിരിപ്പിച്ചത് കൊണ്ടോ ദൈവം പ്രസാദിക്കുന്നില്ല. ദൈവം പ്രസാദിക്കുന്നത് യേശു കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യമുണ്ട്. യേശു കർത്താവ് തൻ്റെ ശുശ്രൂഷ കാലയളവിൽ കുറേ പേരെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അയച്ചത് നമുക്ക് കാണാൻ കഴിയുന്നു. അവർ ശുശ്രൂഷ കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഭൂതം ഞങ്ങൾ കീഴടങ്ങുന്നു, രോഗികൾ സൗഖ്യമാകുന്നു. ഇതൊക്കെ പറഞ്ഞപ്പോൾ യേശു കർത്താവ് പറഞ്ഞ കാര്യമാണ്, ഭൂതങ്ങൾ കീഴടങ്ങുന്നതല്ല, രോഗികൾ സൗഖ്യമാകുന്നതല്ല, സ്വർഗത്തിൽ നിങ്ങളുടെ പേരുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലുത്. അപ്പൊ നോക്കിക്കേ, സ്വർഗത്തിൽ പേരുണ്ട് ഇല്ലെങ്കിൽ ഇവിടെ ഭൂതങ്ങളെ ഇളക്കിയത് കൊണ്ടോ, ഛർദ്ദിപ്പിച്ചത് കൊണ്ടോ, ചിരിപ്പിച്ചത് കൊണ്ടോ, തുള്ളിച്ചത് കൊണ്ടോ, ചാടിച്ചത് കൊണ്ടോ, ബഹളം വെച്ചത് കൊണ്ടോ എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യവും ഇല്ല. അതുകൊണ്ട് രോഗശാന്തി വരമോ ഭൂതശാന്തി വരമോ
അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രവചനപരമൊന്നും അല്ല ദൈവത്തിന്റെ പ്രാധാന്യം. ദൈവത്തിന്റെ പ്രാധാന്യം സ്വർഗത്തിൽ ജീവന്റെ പുസ്തകത്തിൽ പേരുണ്ടോ എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ എന്തൊക്കെ കാണിച്ചിട്ടും ലാസ്റ്റ് കർത്താവ് പ്രത്യക്ഷനാകുമ്പോൾ, പ്രിയരെ, സ്ഥാനത്തിനും മാനത്തിനും കസേരയ്ക്കും ബഹളമുണ്ടാക്കിയിട്ട് കർത്താവ് വരുമ്പോൾ, പ്രത്യക്ഷനാകുമ്പോൾ നാം ലജ്ജിച്ചു പോയാൽ, നോക്കുകേ, നാം ലജ്ജിച്ചു പോയാൽ അത് അപകടകരമാണ്. അതുകൊണ്ട് ഇവിടെ യോഹന്നാൻ പറയുകയാണ്, ആമേൻ, ലജ്ജിച്ചു പോകാതെ അവന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യമുണ്ടാകേണ്ടതിന് അവനിൽ എന്ത് ചെയ്യുക? വസിക്കുക. അപ്പൊ ധൈര്യം ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവനിൽ വസിക്കണം. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, എൻ്റെ പിതാവ് തോട്ടക്കാരനും ആകുന്നു എന്ന് പറഞ്ഞ ഭാഗത്ത്, ഞാൻ നിങ്ങളിലും എൻ്റെ വചനം ആമേൻ നിങ്ങളിലും വസിക്കുന്നുവെങ്കിൽ, ഓക്കെ, വസിക്കുക, യേശുവിൽ വസിക്കുക. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ, അപ്പൊ ക്രിസ്തു നമ്മളിൽ വസിക്കുന്നെങ്കിൽ, ക്രിസ്തു വസിക്കുന്ന ഒരു ജീവിതമാണ് നമുക്കെങ്കിൽ, ആ വള്ളിയോട് ചേർത്ത് ഒട്ടിച്ചു ചേർത്ത കൊമ്പുകളായി തളർത്ത് നമ്മൾ നിൽക്കുന്നെങ്കിൽ, ക്രിസ്തുവിനോട് കൂടെ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചതുപോലെ ക്രിസ്തുവിൽ മരിക്കുക, ക്രിസ്തുവിൽ ക്രൂശിക്കപ്പെടുക, ക്രിസ്തുവിൽ അടക്കപ്പെടുക, ഇങ്ങനെ ചെയ്താൽ കർത്താവ് വരുമ്പോൾ നമ്മൾ ലജ്ജിച്ചു പോകത്തില്ല. അപ്പൊ ലജ്ജിച്ചു പോകാതിരിക്കണമെങ്കിൽ, കർത്താവിന്റെ പ്രത്യക്ഷത നടക്കുമ്പോൾ ഈ ഭൂമിയിൽ നാം ഈ ജാതികളുടെ ഇടയിൽ ലജ്ജിച്ചു പോകാതിരിക്കണമെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവമക്കളെ, നമ്മൾ ക്രിസ്തുവിൽ എന്ത് ചെയ്യണം? വസിക്കണം. അതേപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 31-32 വാക്യം നിങ്ങൾ വായിച്ചു നോക്കൂ. അവിടെ വായിക്കണം, വചനത്തിൽ വസിക്കണം. വചനത്തിൽ, ഈ കർത്താവ് തന്ന ഈ പ്രമാണത്തിൽ നമ്മൾ വസിക്കണം. അങ്ങനെ നമ്മൾ വസിച്ചാൽ നമ്മൾ എന്ത് ചെയ്യത്തില്ല? ലജ്ജിച്ചു പോകുകയില്ല. 3 ഗലാത്യ ലേഖനത്തിലാണ്, 5-ാം അധ്യായം 22 മുതൽ ഉള്ള വാക്യങ്ങൾ, ആത്മാവിന്റെ ഫലം നമ്മളിൽ ഉണ്ടാകണം. ഈ 3 കൂട്ടം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ ലജ്ജിച്ച് പോകുകയില്ല. കർത്താവിന്റെ സന്നിധി നമ്മൾ കൈവിടപ്പെട്ടു പോകുകയില്ല. ഈ ജീവന്റെ പുസ്തകത്തിൽ നമ്മുടെ പേരും ഉണ്ടാകും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് രാവിലെ ഞാൻ നിങ്ങൾക്ക് ദൂത് കൈമാറുകയാണ്. നിങ്ങൾ അവന്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതിരിക്കാൻ യേശുവിൽ നിങ്ങൾ വസിക്കണം. യേശുവിൻ്റെ വചനത്തിൽ നിങ്ങൾ വസിക്കണം. ആത്മാവിന്റെ ഫലം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നിങ്ങൾ അറിയാത്ത അനുഗ്രഹത്തോടു കൂടെ നിങ്ങൾ ഈ ഭൂമി ജീവിക്കുകയും, അപ്പോൾ തന്നെ കർത്താവിൻ്റെ മഹത്വത്തിൽ, കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ ലജ്ജിച്ചു പോകാതെ തല ഉയർത്തി നിൽക്കുവാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെ കേൾപ്പിച്ച ഈ നല്ല വചനത്തിനായി സ്തോത്രം. ഞങ്ങൾ ലജ്ജിച്ചു പോകാൻ ഇടവരല്ലേ. ഞങ്ങൾ പ്രസംഗിച്ചിട്ടും, ഞങ്ങൾ പാടിയിട്ടും, ഞങ്ങൾ ആരാധിച്ചിട്ടും അവസാനം കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ ലജ്ജിച്ചു പോകാതിരിക്കേണ്ടതിന് ഞങ്ങൾക്ക് ഉറപ്പും ധൈര്യവും യേശുവിനുള്ള ബലവും ശക്തിയും അജീവന്റെ വചനവും ഞങ്ങൾക്ക് നൽകി. അങ്ങ് ഞങ്ങളിൽ വസിക്കാൻ, അങ്ങയുടെ വചനം ഞങ്ങളിൽ വസിക്കാൻ, ആത്മാവിന്റെ ഫലമുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ, ഒരുക്കണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ നിന്റെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ രോഗം മാറ്റണം, പ്രയാസം മാറ്റണം, ബുദ്ധിമുട്ട് മാറ്റണം. ഉപരിയായി പാപത്തിൽ നിന്നും അന്ധകാരത്തിൽ നിന്നും അവരെ പുറത്തു കൊണ്ടുവരണം. ദൈവത്തിന്റെ നീതിയും കരുണയും കൃപയും അവരുടെ മേലുണ്ടാകണം. യേശുവിന്റെ ശക്തിയും യേശുവിന്റെ ജീവനും ഇവരുടെ മേൽ വ്യാപരിക്കണം. ഞാൻ അങ്ങനെ പറഞ്ഞു പ്രാർത്ഥിക്കുന്നപ്പാ, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഇനി ലിങ്കുകൾ അയച്ചു കൊടുക്കുക. അപ്പോൾ തന്നെ നിങ്ങളുടെ എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയം ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളത് എഴുതി വച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ധൈര്യത്തോടെ ഇരിക്കുക. യേശു വരാറായി. അവൻ്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതിരിക്കാൻ നമ്മെ തന്നെ ഒരുക്കാം. ഈ വചനം കൊണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.